നമസ്കാരം. പ്രധാന വാർത്തകൾ. കണ്ണപുരം സ്ഫോടന കേസ് 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. പടുവലായി സ്വദേശി അനീഷ് പി, ഊരുവച്ചാൽ സ്വദേശി റഹീൽ പി എന്നിവരാണ് പിടിയിലായത്. 1-ാം പ്രതി അനു മാലിക്കിന്റെ വ്യാപാര പങ്കാളികളാണ് ഇരുവരും. കണ്ണപുരം കീഴറയിലെ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 30 പുലർച്ചെ 2 മണിയോടെ സ്ഫോടനം നടന്നത്. സംഭവത്തിൽ കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷ മരിക്കുകയും ചെയ്തിരുന്നു. ഒളിവിൽ പോകാൻ ശ്രമിക്കവേ കാഞ്ഞങ്ങാട് വെച്ചാണ് കണ്ണപുരം പോലീസ് അനു മാലിക്കിനെ പിടികൂടിയത്. മൂൺലൈറ്റ് സ്പായിൽ മോഷണം, ഒരാൾ അറസ്റ്റിൽ. മുക്കത്തെ അഗസ്ത്യമൊഴിയിൽ പ്രവർത്തിക്കുന്ന മൂൺലൈറ്റ് സ്പായിൽ കയറി അതിക്രമവും മോഷണവും നടത്തിയ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരീക്കോട് സ്വദേശി മുഹമ്മദ് ആഷിഖിനെയാണ് മുക്കം പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. കേസിൽ മലപ്പുറം സ്വദേശി തന്നെയായ മുഹമ്മദ് റിൻഷാദ് കൂടി പിടിയിലാകാനുണ്ട്. കഴിഞ്ഞ ജൂൺ 12-നാണ് അഗസ്ത്യമൊഴിയിലെ സ്പായിൽ ഇരുവരും ചേർന്ന് അക്രമം നടത്തിയത്. സ്ഥാപനത്തിലെ CCTVയും കമ്പ്യൂട്ടർ മോണിറ്ററും നശിപ്പിച്ച ഇവർ അവിടെയുണ്ടായിരുന്ന മൊബൈൽ ഫോണും പണവും കവരുകയായിരുന്നു. ഡോറിൽ വസ്ത്രം കുടുങ്ങി. റോഡിൽ വീണ 3-ാം ക്ലാസ്സുകാരിയെയും കൊണ്ട് ബസ് സഞ്ചരിച്ചത് 1/2 കിലോമീറ്റർ. ഇറങ്ങുന്നതിനിടെ ഡോറിൽ വസ്ത്രം കുടുങ്ങി റോഡിൽ വീണ 3-ാം ക്ലാസ്സുകാരിയെ വലിച്ചിഴച്ച് സ്കൂൾ ബസ് നീങ്ങിയത് 1/2 കിലോമീറ്ററോളം. ഗുരുതര പരിക്കേറ്റ ചിതറ കുറക്കോട് സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനി അമീറ ഫാത്തിമയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 3:30-യോടെ ചിതറ കാനൂർ വളവുപച്ച റോഡിൽ മഹാദേവൻ കുന്ന് കയറ്റത്തായിരുന്നു സംഭവം. വസ്ത്രം കുരുങ്ങിയതും വിദ്യാർത്ഥിനി പുറത്തേക്ക് വീണതും ശ്രദ്ധിക്കാതെ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തതാണ് അപകട കാരണം. നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ഡ്രൈവർ വാഹനം നിർത്തിയത്. കണ്ടെയ്നർ ലോറി സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ കായിക താരത്തിന് ദാരുണാന്ത്യം. ആലപ്പുഴ സ്വദേശിനി ലക്ഷ്മിലാലാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. ആലപ്പുഴ കലവൂരിലാണ് അപകടമുണ്ടായത്. സ്റ്റേഡിയത്തിലേക്ക് പരിശീലനത്തിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് സ്വദേശി വള്ളിക്കാട് മണിലാലിന്റെ മകളാണ് മരിച്ച ലക്ഷ്മിലാൽ. സ്കൂട്ടറും ട്രെയിലറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ലക്ഷ്മിയും സുഹൃത്തായ വിനീതയും കായിക പരിശീലനത്തിനായി മാരാരിക്കുളം തെക്ക് പ്രീതികുളങ്ങര സ്റ്റേഡിയത്തിലേക്ക് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടം. സ്കൂട്ടർ ഓടിച്ചിരുന്ന വിനീതയ്ക്ക് സാരമായി പരിക്കേറ്റു. MK മുനീർ MLA ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി മന്ത്രി വീണ ജോർജ്. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച MK മുനീർ MLA ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി അറിയിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് മുസ്ലിം ലീഗ് നേതാവായ MK മുനീർ MLA ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ വേണുവുമായി ഫോണിൽ ഇന്ന് സംസാരിച്ചിരുന്നതായും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹം വേഗം രോഗം ഭേദമായി ഡിസ്ചാർജ് ആകട്ടെ എന്നും മന്ത്രി ആശംസിച്ചു.